ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എനിക്ക് ചെറിയ ജലദോഷമൊക്കെ പിടിച്ച് ഇപ്പോൾ ഓക്കെ ആയിട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാൻ കുറച്ച് വൈകിയത്. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. ഫസ്റ്റ് ട്രിപ്പിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പോയിട്ട് ഐസ്ക്രീം കഴിച്ചു. ഐസ്ക്രീമാണ് എനിക്ക് പണി തന്നത്. അതും വായിൽ വെക്കാൻ കൊള്ളാത്തൊരു ഐസ്ക്രീം. നല്ല ഐസ്ക്രീം ആണെങ്കിൽ പോലും ഇത്ര വിഷമമില്ലായിരുന്നു. അങ്ങനെ ഐസ്ക്രീം കഴിച്ച് വയ്യാണ്ടുമായി. ഐസ്ക്രീം ഇട്ട് കൊള്ളത്തുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ആദ്യമൊക്കെ കണ്ടിട്ട് തിരിച്ചിവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂർ ഞങ്ങൾ ആ ഒരു AC ഹോളിൽ കിടന്ന് ഉറങ്ങിയിട്ടോ. ഉറങ്ങി എഴുന്നേറ്റിട്ട് പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകാനുള്ള പരിപാടിയാണ്. കാരണം അടുപ്പിച്ച് നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷീണമാവും. പ്രത്യേകിച്ച് രാത്രി ഉറങ്ങാതെയൊക്കെ വന്നിട്ടാണ് നമ്മൾ രാവിലെ ആദ്യയോഗിലേക്ക് പോയത്. അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയി ഒരു ചായയും കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ 10 രൂപ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ ഉക്കടം എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ, അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇത് പോകുന്ന വഴിക്കുള്ളൊരു ലേക്കാണ് കേട്ടോ, വാലാങ്കുളം ലേക്ക് എന്നാണ് പേര്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങളും അവിടെ ആയിട്ട് ചെറിയ ടീ സ്പോട്ട് പോലെയൊക്കെ കണ്ടു. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്ന് ചില്ലടിക്കാനൊക്കെ നല്ല കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ അധികം നേരം കാണാൻ നിന്നില്ല. ബസ്സിൽ പോയ വഴിക്ക് മാത്രമേ ലേക്ക് കണ്ടുള്ളൂ. നല്ല നീളത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം കോയമ്പത്തൂർ നല്ല തിരക്കുള്ള സിറ്റി ആയതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ അവിടെ ഫുള്ളും ആളായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ ഉക്കടം മാർക്കറ്റിലേക്ക് നടക്കാട്ടോ. പോകുന്ന വഴിക്ക് ഈ ഒരു ടെമ്പിളൊക്കെ കണ്ടു. ഇവിടുത്തെ അമ്പലങ്ങളുടെ ഭംഗി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. എന്ത് രസമാണിത് കാണാനായിട്ട്. അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ നോക്കി എവിടേക്കോ നടന്നൊരു സ്ഥലത്തെത്തി. നമ്മൾ ഗൂഗിളിൽ ലൊക്കേഷൻ ഇട്ടിട്ടാട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്. ഞങ്ങൾ ഉക്കടത്ത് വന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ ഒരു പോലീസുകാരോട് ചോദിച്ചപ്പം ഞങ്ങൾക്കൊരു കടയുടെ പേര് വന്നു. ഞങ്ങൾ ആ കടയിലേക്ക് ലൊക്കേഷൻ ഇട്ടപ്പോൾ ഞങ്ങൾ കറക്റ്റ് ഈ മാർക്കറ്റിന് ഇവിടെ എത്തിയിട്ടോ. ലാലാ സ്വീറ്റ്സ് എന്നോ അങ്ങനെ എന്നാണ്ടായിരുന്നു കടയുടെ പേര്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചു ഡ്രസ്സ് സാധനങ്ങളൊക്കെ കിട്ടുന്ന മാർക്കറ്റ് എവിടെയാണ്. എന്നിട്ട് ഞങ്ങൾ എല്ലാ കടയിലും കയറി ഈ ഡ്രസ്സിനൊക്കെ, അതായത് നമുക്കൊരു ട്രഡീഷണൽ റിലേറ്റഡ് ഉണ്ടാവുമല്ലോ, ഓണമൊക്കെ വരികയല്ലേ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ അറിയാനായിട്ട് ചോദിച്ചു. അപ്പോൾ ഒരു എല്ലാം 1500 മേളിലേക്കാണ് വരുന്നത്. നമ്മൾ ആ ഒരു ട്രഡീഷണൽ ടച്ചുള്ളതൊക്കെയാണ് ചോദിച്ചത്. ഇവിടെ ഇഷ്ടംപോലെ ഡ്രസ്സുകൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മൾ വെറുതെ ഇവിടുത്തെ വില വിവരങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചു കേട്ടോ. എന്തായാലും അതൊന്നും വാങ്ങാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വന്നത്, നമ്മൾ ഇവിടുന്ന് വള വാങ്ങാൻ വന്നതാണ്. ആദ്യം ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ കണ്ടപ്പം റോഡ് സൈഡിലെ വിലയൊക്കെ ചോദിച്ചു. പക്ഷേ ഇവിടെ റോഡ് സൈഡിൽ കിട്ടുന്നതിനൊന്നും അത്ര ഒട്ടും ക്വാളിറ്റി ഇല്ല. പക്ഷെ അതിലും നല്ലതായിട്ട് നമുക്ക് ബ്രോഡ്വേയിൽ കിട്ടും കേട്ടോ. ബ്രോഡ്വേയിൽ ആ ഒരു റേറ്റിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊന്നും നോക്കിയില്ല. ഞങ്ങൾ പിന്നെ ഉള്ളിലേക്ക് പോയി. മാലയും കമ്മലും ഒക്കെ ഉള്ളൊരു കുഞ്ഞിടവഴിയായിരുന്നു. അവിടെ മുഴുവൻ ഇങ്ങനത്തെ കടകളായിരുന്നു കേട്ടോ. മാലകൾ നല്ല റേറ്റ് കുറവെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മൾ കടയിൽ നോക്കുക നമ്മുടെ നാട്ടിലൊക്കെ വാങ്ങുന്നതിലും വില കുറവായിരുന്നു. പക്ഷേ ഞങ്ങൾ മെയിനായിട്ട് നോക്കാൻ പോയത് വളയായിരുന്നു. എനിക്കൊരു മെറൂൺ കളർ വളയുടെ സെറ്റ് വേണമായിരുന്നു കേട്ടോ. ഇതിൽ പച്ചയുടെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഇങ്ങനത്തെ കളറായിട്ടുള്ള സെറ്റുകൾ ഞങ്ങൾ ചോദിച്ചു. ഗോൾഡൻ വള മിക്സ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ എല്ലാം തന്നെ 150 സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഞാൻ 250 ഒരു സെറ്റായിട്ട് എടുത്തത്. അതിൽ ആ ഒരു ഗോൾഡൻ വള വരുന്നത് കൊണ്ടാണ് 250 വരുന്നത്. നമ്മളല്ലാതെ ഈ ത്രെഡിൻ്റെ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ 50 രൂപയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനൊരു പച്ച കളർ സെറ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിന് ഏറെക്കുറെ 100 രൂപ എങ്ങാണ്ടായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹാഫ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അത് എല്ലാ കടകളിലും കണ്ടില്ല. ഇത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു കടയിൽ പോയി. അവിടെ 100 രൂപ പറഞ്ഞു ത്രെഡിൻ്റെ വളയ്ക്ക്. അപ്പോൾ ഞങ്ങൾ കയറിയ ആ കടയിൽ നല്ല റേറ്റ് കുറവായിരുന്നു. അപ്പോൾ കുറേ കളേഴ്സ് നോക്കിയെങ്കിലും എനിക്ക് ഈ ഒരു മെറൂൺ കളറായിരുന്നു വേണ്ടത്. ആ ബ്ലൂ ഇഷ്ടമായിരുന്നു. പിന്നെ ബ്ലൂ ഒന്നും എനിക്കങ്ങനെ ഡ്രസ്സുകളേ ഇല്ല. മെറൂൺ ആണ് എനിക്കങ്ങനെ കുറച്ച് വരുന്നത്. അപ്പോൾ പിന്നെ മെറൂൺ എടുത്തു. പിന്നെ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളപ്പം ആ ഒരു ത്രെഡ് വള വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഇനി പച്ച ഇളവുകൊണ്ട് പച്ചയുടെ കൂടെയൊക്കെ മിക്സ് ചെയ്യാം. പിന്നെ ഞങ്ങൾ മാലയുടെ ആ ഒരു ചോക്കറിനൊക്കെ റേറ്റ് ചോദിച്ചു കേട്ടോ. ഇപ്പോൾ 200 റേറ്റിനൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ മീഷോന്നൊക്കെ വാങ്ങിയാലും ആ ഒരു റേറ്റിന് വരും. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി ഫീൽ ചെയ്തു. പിന്നെയും നമ്മൾ ഉള്ളിലേക്ക് പോയി ചേച്ചിക്ക് വള വാങ്ങാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടൈപ്പാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു പച്ച കളറിൽ ഈ ഒരു ഇത് വരുന്നത്. ഞാൻ അപ്പുറത്തുനിന്ന് അത് വാങ്ങിച്ചോട്ട് പിന്നെ ഇത് വാങ്ങിയില്ല. ചേച്ചിയുടെ 2.6 ആണ് സൈസ്. എൻ്റെ 2.8 ആയതുകൊണ്ട് എല്ലാ വളകളും ഒന്നും അങ്ങനെ ഒരുപോലെ കയറത്തുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് പിന്നെ വന്നത് കമ്മൽ വാങ്ങാനാട്ടോ. അപ്പോൾ ഇങ്ങനെ റോഡ് സൈഡിൽ ഇതുപോലെ ഒരുപാട് കമ്മലിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. വലിയ വിലയൊന്നും തോന്നിയില്ല. 30 രൂപ തുടങ്ങി തൊട്ടൊക്കെ ഉണ്ട്. ഹെവിക്കൊക്കെ ഒരു 100 രൂപ ആ ഒരു റേറ്റ് അടുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. ഭയങ്കര വിലയൊന്നും പറയാൻ പറ്റില്ല. നല്ല ഹെവി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ ഒരു ബ്രൈഡൽ സെറ്റ് വാങ്ങാൻ വേണ്ടി പോയതാട്ടോ ജ്വല്ലറിയുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഒരു കട ലൊക്കേഷൻ ഇട്ട് അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഇവിടുത്തെ തുണിക്കടയാണെങ്കിലും സ്വർണ്ണക്കടയാണെങ്കിലും ഭയങ്കര ഗ്രാൻഡ് ആട്ടോ. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും. മുറ്റം പോലും ഉണ്ടാവില്ല. റോഡിൽ ഇച്ചിരി സ്ഥലത്താണ് നമ്മൾ നടക്കുന്നത്. ഭയങ്കര വാഴ
വാഴയിലൊക്കെ വെച്ച് കെട്ടി എല്ലാ കടയുടെയും ഫ്രണ്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത കാണും. പണ്ട് ഞാൻ പാട്ടിയുടെ വീട്ടിലായിരുന്നപ്പോൾ വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലായിരിക്കുമ്പോൾ ചെറുപ്പത്തിലെ സ്വർണ്ണക്കടയിലും തുണിക്കടയിലൊക്കെ പോകുമ്പം അവിടെ നമ്മുടെ അവിടുത്തെ ബലൂൺ തരുമായിരുന്നു കേട്ടോ. എനിക്കിപ്പോഴുള്ളത് ഓർമ്മയുണ്ട്. നല്ല രസമാണ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു 3-4 ബലൂൺ നമ്മുടെ കയ്യിലുണ്ടാവും. പൊട്ടിപ്പോകത്തില്ല. അതിനകത്തൊരു അടിയിലൊരു കമ്പമൊക്കെ ഉണ്ട്. ഭയങ്കര അട്രാക്റ്റീവാണ് ഇവിടുത്തെ കടകളൊക്കെ ആ ഒരു രീതിയിൽ. പിന്നെ ദേ നമ്മൾ ബാഗ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി നോക്കിയതാണ്. നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ ആ ഒരു പ്രിൻറ്റുകളൊക്കെ കാണാൻ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് കൂട്ടൊരു ബാഗ് വാങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ ഇങ്ങനത്തെ ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു, പെട്ടെന്ന് അതിൻ്റെ കൊളുത്ത് പൊട്ടിപ്പോയായിരുന്നു. എന്നാൽ പിന്നെ ഇപ്രാവശ്യം ഞാൻ റൗണ്ടിലുള്ളതാണോ നോക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ആ ഒരു ഡിസൈനും ആ ഒരു ഇതും എനിക്കിഷ്ടമായി. റൗണ്ട് എനിക്ക് കുറേ നാളായിട്ട് വേണമെന്ന് ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഈ റൗണ്ട് എടുത്തുട്ടോ. ഇങ്ങനത്തെ ബാഗാണ് ഞാനൊന്ന് പാലാക്കി തപ്പിപ്പോയപ്പോൾ നോക്കിയത്, പക്ഷേ കിട്ടാഞ്ഞിട്ടാണ് വാങ്ങാത്തത്. പിന്നെ ചേച്ചിയും ബാഗ് നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ചേച്ചിക്ക് അങ്ങനെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത് ഇത് അത്ര ക്വാളിറ്റി ഇല്ല, പെട്ടെന്ന് പൊട്ടിപ്പോവും. നമ്മൾ ആ എടുത്ത ബാഗിൻ്റെയൊക്കെ വലിയ ബാഗിൻ്റെയൊക്കെ പിടിയുടെ അവിടെ ഒട്ടും കട്ടിയില്ല. അപ്പം ഞങ്ങൾക്ക് തോന്നി പെട്ടെന്ന് വിടുമെന്ന്. ഒരു ഫോണൊക്കെ വെക്കാൻ നോക്കി കേട്ടോ. അപ്പം ഞാനിത് എടുത്തെന്ന് ചാകപ്പാടെ ഫോൺ വെക്കാൻ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ബാഗ് വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ പോയത് വളക്കടയിലേക്കാട്ടോ. വള ഞങ്ങൾക്ക് വാങ്ങി തീർന്നില്ല. ഇനി എന്തെങ്കിലും റേറ്റ് കുറവിൽ കിട്ടുമോ എന്നറിയാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇതൊരു ഹോൾസെയിൽ കടയായിരുന്നു കേട്ടോ. അപ്പം ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ മാത്രമേ വിലക്കുറവുള്ളൂ തോന്നുന്നു. അല്ലാതെ ഞങ്ങൾ ചോദിച്ചതിനൊന്നും വലിയ വിലക്കുറവൊന്നും തോന്നിയില്ല. നമ്മൾ ഓരോ പീസായിട്ടായിരിക്കുമല്ലോ ചോദിച്ചത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല, ജസ്റ്റ് വളകളൊക്കെ നോക്കി. പക്ഷേ ഇഷ്ടം പോലെ വെറൈറ്റി വളകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ മീഷോയിലൊക്കെ വലിയ സെല്ലറാണോന്ന് അറിയില്ല. കവറൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി. അവരിങ്ങനെ ഓരോന്ന് സെറ്റാക്കി വെച്ചിട്ട് അത് ഫുള്ളും കൂടി പാക്ക് ചെയ്ത് അയക്കാനാണ് തോന്നുന്നു. അപ്പം ഏതോ ഒരു വളയ്ക്ക് 2 വളയ്ക്കും കൂടി 80 രൂപയോ അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ നോക്കിയില്ല. നമ്മൾ വിലക്കുറവിൽ വല്ലതും കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ടാണല്ലോ വരുന്നത്. പിന്നെ ഞങ്ങളൊരു കടയിൽ പോയപ്പോഴത്തേക്കും നമ്മൾ ആദ്യം കണ്ട ത്രെഡ് വള 100 രൂപയ്ക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ഞങ്ങൾ തപ്പി വന്ന് കട കിട്ടിയിട്ടു. ഈ ഒരു കൃഷ്ണ കളക്ഷൻസിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വരെ നടന്നു വന്നത്. എനിക്കൊന്ന് 2 കിലോമീറ്ററെങ്കിലും നടന്നിട്ടുണ്ട്. കാരണം വഴി തെറ്റിപ്പോയി കുറേ തവണ. പിന്നെ ഏതൊക്കെയോ ഇടവഴിയൊക്കെ കയറിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അങ്ങനെ 2 മണിക്കൂർ നടന്നിട്ടാണ് ഇവിടെ എത്തിയത്. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു, വിലക്കുറവായിരുന്നു. ഈ ഒരു ബ്രൈഡൽ സെറ്റിനൊക്കെ 2000 ആ ഒരു റേഞ്ചിൽ കിട്ടും. ഓൺലൈനിൽ ചിലപ്പോൾ ഇത് 1500 കാണുമായിരിക്കും കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. കാരണം അവർ തന്നെ കുറഞ്ഞതും കൂടിയതും നമ്മളെ കാണിച്ചു. 1000 സെറ്റുകളുണ്ട്. പക്ഷെ അത് കാണുമ്പോഴേ നമുക്കറിയാം കളറും ചെറിയ ഡിഫറൻസ് ഉണ്ട്. വില കുറഞ്ഞതാണ്, ക്വാളിറ്റി കുറവാണെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളത് കാണിക്കുമെന്ന് ചോദിച്ചപ്പം ഈ ഒരു സെറ്റ് കാണിച്ചു. അങ്ങനെ 2000 ബഡ്ജറ്റിൽ വരുന്നത്, അതായത് 1500-2000 ഇടയ്ക്കുള്ളതാട്ടോ കാണിച്ചത്. അതിനും കുറവുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് നെറ്റിച്ചുട്ടിയും അരപ്പട്ടയൊന്നുമില്ല. അപ്പോൾ 1800 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് ഞങ്ങൾ വാങ്ങിയത്. അതാകുമ്പം അരപ്പട്ടയൊക്കെ കിട്ടുന്നുണ്ട്. അത് ഞങ്ങൾക്ക് നോക്കി ആ ഒരു ഗ്രീൻ സെറ്റാണ് ഇഷ്ടമായത്. അപ്പോൾ പിന്നെ അത് വാങ്ങി. ഫസ്റ്റ് ടൈം ആട്ടോ ഞാനിങ്ങനെ ഒരു ഫുൾ സെറ്റ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് പെട്ടെന്ന് ഇട്ടൊരു മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ടെൻഡൻസി ആയിരുന്നു. കിട്ടിയപ്പോൾ തുടങ്ങി ഞാൻ നിലത്തേ വെക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ആരെങ്കിലും ഇട്ടൊന്ന് ഭംഗി നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ആ സംഭവം വാങ്ങിച്ചിട്ട് പിന്നെ സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടി വന്നു. ഇവിടുത്തെ സ്വീറ്റ്സ് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മധുരം അത്ര ഇഷ്ടമല്ലാത്തവർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. മൈസൂർ പാക്ക് എൻ്റെ ഫേവററ്റ് ആട്ടോ. കാരണം എനിക്കൊന്നും ഞാൻ ചെറുപ്പത്തിലെ പാട്ട് വീട്ടിലൊക്കെ നിന്നുകൊണ്ട് എനിക്ക് ഈ ഒരു ടേസ്റ്റുകളൊക്കെ കുഞ്ഞിലേ തുടങ്ങി ഇഷ്ടമാണല്ലോ. ചിലർക്ക് ഒരുപാട് മധുരം ഇഷ്ടമല്ല. ഇവിടെ ചേട്ടായിക്ക് ഇഷ്ടമല്ല. ഇതൊക്കെ കണ്ടാൽ ചിലപ്പം എന്നെ ഓടിക്കും. ഒട്ടും ഇഷ്ടമല്ല മധുരം. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ കഴിക്കുന്ന ആളുകളോട് പറയും, നീ ഇങ്ങനെ മധുരം കഴിക്കുന്നതൊക്കെ ചോദിക്കും. എനിക്ക് ഇങ്ങനത്തെ സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇടത് സൈഡിലുള്ളത് നെയ്യ് വെച്ചിട്ടുള്ളതും വലത് സൈഡിലുള്ളതും എൻ്റെ പാലിൻ്റെ ഐറ്റംസും. അപ്പോൾ ഈ പാലിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് വെച്ചിട്ടുള്ള സ്നാക്സാണ് എപ്പോഴും വാങ്ങാറുള്ളത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ റോഡ് സൈഡിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണുണ്ട്. പിന്നെ കടല വേവിച്ചത്, പിന്നെ കപ്പ വേവിച്ചത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചിക്കാണ് ആകെപ്പാടെ വിഷമമായിരുന്നു. ഇഷ്ടപ്പെട്ട ഫുഡൊന്നും കിട്ടിയില്ലാന്ന്. ഉച്ചക്കത്തെ ബിരിയാണി മാത്രമേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേച്ചിക്ക് നാടൻ ഫുഡിൻ്റെ ആളാട്ടോ. ചേച്ചിക്ക് അതാണ് ഇഷ്ടം. അങ്ങനെ ചേച്ചി കപ്പയും വാങ്ങി. കപ്പ ഇച്ചിരി കിട്ടുള്ളെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ മറ്റേ ആ കടലയും വാങ്ങി. എനിക്ക് അങ്ങനെ കടല വേവിച്ചൊക്കെ വലിയ ഇഷ്ടമാണ്. നമ്മളിങ്ങനെ നാട്ടിലൊക്കെ കടലയൊക്കെ വേവിച്ചിട്ട് അതിനകത്ത് സവോളയൊക്കെ അരിഞ്ഞിട്ട് വരില്ലേ, അത് അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേച്ചി കപ്പ വാങ്ങിച്ചത് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അതിൽ നടന്നു. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഏറെക്കുറെ കംപ്ലീറ്റ് ആയി. ഫൈനൽ ഷോപ്പിംഗ് ചേട്ടായിക്ക് ചെരുപ്പ് വാങ്ങാൻ പോയതായിരുന്നു.
കാരണം ചേട്ടായിക്ക് എന്തെങ്കിലും ഒന്നും വാങ്ങിയില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടായിരുന്നു. കൊണ്ടുവന്നില്ലെന്നുള്ള വിഷമം ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഗേൾസ് ട്രിപ്പിൽ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ഫുള്ള് ചെരുപ്പ് തപ്പലായിരുന്നു. അങ്ങനെ കുറേ നേരം തപ്പിയിട്ട് എനിക്കൊന്നും അങ്ങ് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ വീഡിയോ കോൾ ചെയ്തു. കാരണം ആശാൻ ഇഷ്ടപ്പെടുന്ന എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു, ഷൂവിൻ്റെ ആയിരുന്നു. അപ്പോൾ ഷൂ ആണ് കേട്ടോ നോക്കിയത്. ഷൂവിൽ ആൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. കുറേ എണ്ണം കാണിച്ചു കൊടുത്തതിൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഷൂ ആയിരുന്നു. അങ്ങനെ ആ ഒരു ഷൂ ആണ് കേട്ടോ വാങ്ങിയത്. ആണുങ്ങളുടെ ഷൂവിനേക്കാളും കുട്ടികളുടെയും ലേഡീസിൻ്റെയൊക്കെ ഷൂവിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികളുടേത് കണ്ടിട്ട് ശരിക്കും കൊതിയായി. നല്ല ക്യൂട്ടായിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. ആകപ്പാടെ ഞാൻ അത്രയും വാങ്ങിയുള്ളൂ കേട്ടോ. എനിക്ക് പിന്നെ ബാഗ് വാങ്ങിയോണ്ട് ചേട്ടായിക്ക് ഞാൻ ഇതും വാങ്ങി. അങ്ങനെ ഒരുപാട് പൈസയ്ക്കൊന്നും അല്ല നമ്മൾ ട്രിപ്പിന് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ചിലവ് ചുരുക്കി വേണ്ടത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ചേച്ചി എന്തോ 1-2 കമ്മലും മാലയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനുള്ളിലുള്ള കടയായിരുന്നു കേട്ടോ. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വാങ്ങിയില്ല. എൻ്റെ ആ ഒരു ബ്രൈഡൽ സെറ്റ് വാങ്ങിയപ്പോൾ തന്നെ ഭയങ്കര റേറ്റ് ആയല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ ബഡ്ജറ്റ് ഏറെക്കുറെ അവിടെ തന്നെ അങ്ങ് തീർന്നു പോയി. പിന്നെ റൂമിൽ ചെന്നിട്ട് നമ്മൾ ആ ഒരു AC ഹോളിൽ ചെന്നിട്ട് ചെരുപ്പ് ഊരിയിട്ട് കുറേ നേരം ഞാനവിടെ വെറുതെ ഇരുന്നു കേട്ടോ. കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു. ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നല്ലോ, പക്ഷെ കാലിന് വേദന സഹിക്കാൻ വയ്യായിരുന്നു. എപ്പോൾ തുടങ്ങിയ നടത്തമാണ്. അപ്പോൾ അവിടെ സാധനങ്ങൾ വെച്ചിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനും കൂടി പോകണമായിരുന്നു. രണ്ടാൾക്കും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ ചേച്ചി പോയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ഞാൻ പോയി. അപ്പോൾ ചപ്പാത്തിയും കറിയാണ് വാങ്ങിയത്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബറിനെ പരിചയപ്പെട്ടു. അപ്പോൾ ആളുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചു. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് വർത്തമാനം പറയുന്നു. ഗ്രീഷ്മ എന്നാണ് പേര്. നല്ല രസമായിരുന്നു കേട്ടോ. അവസാനം ചേച്ചി എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേനുമാണ് ഞാൻ കുറേ സമയം പോയത് പറഞ്ഞ്. പിന്നെ ഞങ്ങൾ ബായ് പറഞ്ഞ് പിരിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ വരാൻ സമയമായി. അപ്പോൾ നമ്മൾ ട്രെയിൻ നോക്കിയിരിക്കുകയാണ്. ഇത് വേറെ ഏതോ ട്രെയിൻ ഏതോ വഴിക്ക് പോകുന്നതാണ്. 11 മണി കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ ട്രെയിന്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വായി നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ട്രെയിൻ ഒന്ന് കണ്ടപ്പോഴാണ് കുറച്ച് സമാധാനമായത്. അത് പിന്നെ എല്ലാ ട്രിപ്പിലും ഉള്ളതാണ് കേട്ടോ. അങ്ങോട്ട് പോകാൻ നേരത്ത് ഭയങ്കര ഉത്സാഹമായിരിക്കും. തിരിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്ന് ഉണ്ടാവുള്ളൂ. എങ്കിലും ശരിക്കും അടിച്ചു പൊളിച്ചോട്ടെ. എൻ്റെ ലൈഫിൽ ഇത്രയും അടിച്ചു പൊളിച്ചൊരു ട്രിപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ ഒരു ഗേൾസ് ട്രിപ്പാണ്. ഫുൾ നമ്മുടെ ഫ്രീഡത്തിന്, നമ്മുടെ ഇഷ്ടത്തിന് നല്ലപോലെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഫുൾ എൻജോയ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പം പിറ്റേന്ന് വെളുപ്പിന് 4:30 ആയപ്പോഴാട്ടോ നമ്മൾ കോട്ടയത്ത് ചെന്നത്. കോട്ടയത്ത് ചെന്ന പാടേ നമ്മൾ പോയിട്ടൊരു കാപ്പി കുടിച്ചു. നാട് കണ്ടപ്പോഴത്തേനും എന്തൊരാശ്വാസമായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ട്രെയിനിൽ അത്യാവശ്യം ഉറങ്ങിയാണ് വന്നത്. നല്ല ടയേർഡായിരുന്നുകൊണ്ട് ഉറങ്ങിയാണ് വന്നേ. അപ്പോൾ വന്ന പാടെ ഞങ്ങൾ പോയിട്ട് ഇവിടെ വാഷ്റൂമിൽ നിന്ന് പല്ലൊക്കെ തേച്ചു കേട്ടോ. പല്ല് തേച്ചിട്ട് പോയി നേരെ കാപ്പി കുടിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, വെളുപ്പിന് തന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെ KSRTCയിലേക്ക് ഒരു ഓട്ടോ പിടിച്ച് പോയി. അങ്ങനെ KSRTC കയറിയിട്ടാട്ടോ രണ്ടാളും വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ടോട്ടൽ 90 രൂപയായി കേട്ടോ. അപ്പോൾ എനിക്ക് ഈരാറ്റുപേട്ട വരെ ഈ ഒരു ഒറ്റ ബസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ബസ് കയറി വേണം നമ്മൾ തിരുനാടിന് പോകാൻ. അപ്പോൾ ഇന്നത്തെ ട്രിപ്പിൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ അതുകൂടി കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.